ടീന. ഒരു ദിവസത്തിന്റെ അധിക ഭാഗവും ടീന പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കും. ഇതാണ് സിയ. സിയ ടീനയെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമാണ്. ഒരു ദിവസത്തിന്റെ അധിക ഭാഗവും പഠിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരിക്കലും തയ്യാറല്ല. അവൾ ദിവസവും ഒരു ചെറിയ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കും. ആ സമയത്ത് മാത്രമേ പഠിക്കുകയുള്ളൂ. പക്ഷെ മാർക്ക് വന്ന സമയത്ത് ടീനയേക്കാൾ കൂടുതൽ മാർക്ക് സിയക്കാണ് കിട്ടിയത്. എന്തുകൊണ്ടായിരിക്കും അധിക സമയം പഠിച്ച ടീനയേക്കാൾ മാർക്ക് അധികം നേരം പഠിക്കാത്ത സിയക്ക് കിട്ടിയത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഠിക്കാനായിട്ട് എത്ര സമയം ഇരിക്കുന്നു എന്നതിലൊരു കാര്യമില്ല. നമ്മൾ ഇരിക്കുന്നത് എത്ര സമയമാണെങ്കിലും ആ സമയം നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ പഠിക്കാൻ എത്ര സമയം എടുത്താലും ശരി, ഇനി കൂടുതൽ സമയമാണെങ്കിലും കുറച്ച് സമയമാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് വളരെ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഒട്ടും സമയം കളയാതെ ലെറ്റ് സ്റ്റാർട്ട്. നമ്പർ 1, ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളെ തന്നെ സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ടഫായിട്ടുള്ള ചില സബ്ജക്റ്റുകൾ മറ്റുള്ള വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം ഈസി ആയിരിക്കും. അത് അവർക്ക് വളരെ ബുദ്ധി ഉണ്ടായത് കൊണ്ടോ അവർ സ്മാർട്ട് ആയത് കൊണ്ടോ ഒന്നുമല്ല. പകരം നമ്മളൊരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിലാണ് അതിന്റെ ടഫും ഈസിയൊക്കെ ഇരിക്കുന്നത്. ഇത് എന്തൊരു ടഫാണ്, ഇതൊരു വലിയ ചാപ്റ്ററാണ്, ഇതൊന്നും ഒരിക്കലും എന്നെ കൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കില്ല, ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ കാര്യവും മൂവ് ചെയ്യുന്നത്. സോ അതിന് പകരമായിട്ട് ഇത് എങ്ങനെ പഠിച്ചെടുക്കാൻ സാധിക്കും, എങ്ങനെ ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം, അത്തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ചാപ്റ്റർ ഒക്കെ ഈസി ആയിട്ട് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടി നമുക്ക് ഇതിന് കഴിയും എന്ന് ആദ്യം വിശ്വസിക്കണം. ചിലർക്ക് എക്സാം ടൈമിൽ തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇതിന് കാരണം ചിലപ്പോൾ മുന്നത്തെ എക്സാമിനൊന്നും തീരെ മാർക്ക് ഉണ്ടാവില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തിരുത്താനാകാത്തൊരു കാര്യമാണ് കഴിഞ്ഞു പോയത്. അതായത് പാസ്റ്റിൽ നടന്നതൊന്നും നമുക്ക് തിരുത്താനായിട്ട് സാധിക്കില്ല. ബട്ട് ഈ പ്രസന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഫ്യൂച്ചർ ഉള്ളത്. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്പർ 2, ഫൈൻഡ് യുവർ ഓൺ സ്റ്റൈൽ. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് ഗ്രൂപ്പായിട്ട് ഇരുന്ന് പഠിക്കുമ്പോഴായിരിക്കും കൂടുതൽ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുക. മറ്റു ചിലർക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോഴായിരിക്കും. വേറെ ചിലർക്കാണെങ്കിൽ ഉറക്കെ വായിക്കുമ്പോഴായിരിക്കും. ചിലർക്ക് മനസ്സിൽ വായിക്കുമ്പോഴായിരിക്കും. രാവിലെ എണീറ്റ് ഇരുന്ന് പഠിക്കുമ്പോഴായിരിക്കും. മറ്റു ചിലർക്ക് രാത്രി ഇരുന്ന് വായിക്കുമ്പോഴായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ഓൾ ആർ ഡിഫറെന്റ് ആണ്. സോ എല്ലാവരും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മുടേതായിട്ടുള്ള സ്റ്റൈല് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്പർ 3, പ്ലാനിങ്. നമ്മുടെ പഠനത്തെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം മുമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ നമുക്ക് തോന്നുന്ന സമയത്ത് പോയിരുന്ന് പഠിക്കാനിരുന്നാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ പഠനം അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ടാവും. അതൊക്കെ ചെയ്ത് തീർക്കണമല്ലോ, അത് ചെയ്യാനുണ്ടല്ലോ, ഇത് ചെയ്യാനുണ്ടല്ലോ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ആകെ ഡിസ്ട്രാക്റ്റഡ് ആയി മാറും. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൃത്യമായിട്ടൊരു സമയം പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. ആ സമയത്ത് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയെല്ലാം പഠിക്കണം എന്നൊരു മൊത്തത്തിലൊരു പ്ലാനിങ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. നമ്പർ 4, ലേൺ ആക്റ്റീവ്ലി. നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തിൽ നമ്മുടെ ബ്രെയിൻ കൂടുതൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം നല്ല എഫക്റ്റീവായിട്ട് തന്നെ നമ്മൾ ചെയ്തു തീർക്കും. ഇതിന് നമ്മുടെ പഠനവുമായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ജസ്റ്റ് ഒരു ബുക്ക് എടുത്ത് വായിച്ചു, അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം നമ്മൾ അവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടില്ല, ജസ്റ്റ് വായിച്ചിട്ടുള്ളൂ. അതിന് പകരമായിട്ട് അവിടെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. അതായത് ഒരു നോട്ട്ബുക്ക് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുക. അതിലൂടെ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കാനും ഫോക്കസ് ലെവൽ വളരാനും സാധിക്കും. സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.